എന്തായത്? എന്തായി കാണുന്നത്? എനിക്ക് ഇതിനൊരു മറുപടി വേണം അജിത്തേട്ടാ. വാട്സപ്പിൽ തെളിഞ്ഞു നിന്ന ആ വീഡിയോ ദൃശ്യം കണ്ട് അജിത്തിൻ്റെ തലയിലെ കിളികൾ നാല് പാടും പാറി. താനും ഓഫീസിലെ ശ്രീലതയും ഗാഢമായി ചുംബിക്കുന്നു. വളരെ വ്യക്തമായി വീഡിയോയിൽ അത് കാണാനുണ്ട്. ആ ദൃശ്യം ഒരു നിമിഷം കൊണ്ട് അയാളുടെ ലോകത്തെ നിശ്ചലമാക്കി. തല ഒന്നുയർത്തി കല്യാണിയെ ഒന്ന് നോക്കാൻ പോലും ധൈര്യമില്ലാതെ അയാൾ തല താഴ്ത്തി നിന്നു. ഒരു നിമിഷം അജിത്ത് നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി. ആരും അറിയില്ല എന്ന് കരുതി ചെയ്തത് അതൊരിക്കലും അറിയാൻ പാടില്ലാത്തത് ആരാണോ അയാൾ തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്തു മറുപടി കൊടുക്കും എന്നറിയാതെ അയാൾ നിന്നു. കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കൂടെ കിടന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ? അതാണോ കണ്ട അവളുമാരെ തപ്പി നിങ്ങൾ ഇറങ്ങിയത്? അവൾ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം അജിത്തിൻ്റെ ഹൃദയത്തിൽ തറച്ചു. തൻ്റെ പുരുഷത്വത്തെയും സ്നേഹത്തെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ആ വാചകം കേട്ടിട്ടും അയാൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. എന്തു പറഞ്ഞ് ന്യായീകരിക്കും? ഇതെല്ലാം തൻ്റെ വെറുമൊരു നേരം പോക്കായിരുന്നു എന്ന് പറഞ്ഞാലത് കല്യാണിയെ കൂടുതൽ മുറിപ്പെടുത്തുകയുള്ളൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. വെറുതെ ഒരു നേരം പോക്ക് പോലെ ചെയ്ത കാര്യം ഇന്ന് തൻ്റെ ജീവിതം തന്നെ തകർക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ അയാളുടെ കൈയും കാലും തളർന്നു. ഇനി നുണയൊന്നും പറയാൻ പറ്റില്ല. തെളിവുകളാണ് കല്യാണിയുടെ കയ്യിലിരിക്കുന്നത്. കല്യാണിയും അജിത്തും വിവാഹിതരായിട്ട് വെറും 4 മാസമേ ആയുള്ളൂ. പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. കല്യാണി അജിത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവാണ്. എന്നാൽ അജിത്താണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അല്പം താല്പര്യമുള്ള ആളും. ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെ ആകാര വടിവുകളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കുമെന്ന് മാത്രം. കൂടുതലൊന്നും ചെയ്യാൻ അജിത്തിനും ധൈര്യമില്ല. അങ്ങനെയാണ് ഓഫീസിലെ സുന്ദരിയും സിംഗിൾ മദറുമായ ശ്രീലതയെ അവൻ നോക്കാൻ തുടങ്ങിയത്. ശ്രീലത വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാണ്. അതറിഞ്ഞപ്പോൾ വെറുതെ ഒരു കൗതുകത്തിലാണ് ശ്രീലതയോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങിയത്. അവൾക്ക് ഇത്തിരി ഇളക്കം കൂടുതലാണ് സാറേ എന്ന് പിയൂൺ ഒരിക്കൽ അവനോട് പറഞ്ഞപ്പോൾ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. അവൾ കയറി അങ്ങ് കുത്തി. വെറുതെ ഒരു സമയം പോക്ക്, അത് മാത്രമായിരുന്നു അജിത്തിന് ശ്രീലത. ഓഫീസിൽ ശ്രീലതയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ എല്ലാം അയാൾ ലൈംഗിക ചുവയുള്ള തമാശകൾ അജിത്ത് പറയുമായിരുന്നു. അവളതെല്ലാം എൻജോയ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവൻ്റെ ആവേശം കൂടി. ഒരു ദിവസം ഓഫീസിൽ അവർ തനിച്ചായപ്പോൾ ശ്രീലത തന്നെയാണ് മുൻകൈയെടുത്തത്, അവനെ ചുംബിച്ചത്. ആരും അറിയില്ലല്ലോ എന്ന് കരുതി അപ്പോഴത്തെ ഒരു മൂഡിന് അവനും അത് എൻജോയ് ചെയ്തു. എന്നാൽ തൻ്റെ ജീവിതം അതോടെ തകരുമെന്ന് അവൻ അറിഞ്ഞില്ല. ആരോ അത് വീഡിയോയിൽ പകർത്തി നേരെ അവൻ്റെ ഭാര്യ കല്യാണിക്ക് അയച്ചു കൊടുത്തു. മിണ്ടുന്നില്ലേ നിങ്ങൾ? ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങളല്ല എന്ന് ഒന്ന് പറയൂ പ്ലീസ്. കല്യാണി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. അജിത്ത് പതർച്ചയോടെ അവളുടെ കൈകൾ പിടിക്കാൻ ശ്രമിച്ചു. കല്യാണി, അത് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. അതൊരു അബദ്ധം പറ്റിയതാണ്. എല്ലാം ഞാൻ പറയാം. അജിത്ത് അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കിയതിനും കല്യാണി അവനെ തടഞ്ഞു. അബദ്ധമോ? ചുംബിക്കുന്നത് അബദ്ധമാണോ അജിത്തേട്ടാ? ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ അത്രത്തോളം താല്പര്യത്തോടെയാണ് അവളെ. ഇത്രത്തോളം തരം താഴ്ന്നു പോയോ നിങ്ങൾ? 4 മാസം, വെറും 4 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ മടുത്തോ? കല്യാണിയുടെ വാക്കുകൾ മൂർച്ചയുള്ള അമ്പുകൾ പോലെ അയാളുടെ നെഞ്ചിൽ തറച്ചു. അജിത്തിന് ഉത്തരം മുട്ടി. ഉണ്ടായതെല്ലാം തെളിവായി മുന്നിലുണ്ട്. ഇനി നുണകൾ കൊണ്ട് അതിനെ മൂടാൻ കഴിയില്ല. അയാളുടെ കാലുകൾ തളരുന്നുണ്ടായിരുന്നു. അന്ന് ഓഫീസിൽ വെച്ച് ശ്രീലതയുമായി പങ്കിട്ട ആ നിമിഷങ്ങളിപ്പോൾ ഒരു ഭയാനകമായ ഓർമ്മയായി അയാളെ വേട്ടയാടി. അജിത്തേട്ടാ, ഞാൻ നിങ്ങളെ എത്രമാത്രം വിശ്വസിച്ചു എന്നറിയോ? കല്യാണി സോഫയിൽ തളർന്നിരുന്നു. വീട്ടുകാരോട് ഞാൻ എന്തു പറയും? എല്ലാവരും പറയായിരുന്നു അജിത്തേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ നീ ഭാഗ്യവതിയാണെന്ന്. ഇതായിരുന്നു എൻ്റെ ഭാഗ്യം. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? കല്യാണി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് തളർന്നു വീണു. അത് കണ്ട് അജിത്ത് മുട്ടുകുത്തി അവളുടെ മുന്നിലിരുന്നു. കല്യാണി, നീ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ എനിക്ക് അവളോട് പ്രണയമൊന്നുമില്ല. അതൊരു നേരം പോക്കിന് തുടങ്ങിയതാണ്. എനിക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. അജിത്ത് പറഞ്ഞതും സ്നേഹമുള്ളവർ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് കല്യാണി അലറി. പിറ്റേന്ന് രാവിലെ തന്നെ കല്യാണി ഫോണെടുത്ത് അജിത്തിൻ്റെ അച്ഛനെയും സ്വന്തം അച്ഛനെയും വിളിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ 2 വീട്ടുകാരും അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാം കല്യാണി ആ വീഡിയോ കാണിച്ചു. അജിത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീഡിയോ കണ്ടതും അജിത്തിൻ്റെ അച്ഛൻ എഴുന്നേറ്റ് വന്ന് അവൻ്റെ കരണത്ത് ഒന്ന് പൊട്ടിച്ചു. നിനക്ക് വേണ്ടി പെണ്ണ് ചോദിച്ചു പോയാൽ എന്നെ വേണം തല്ലാൻ. ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അച്ഛൻ്റെ ശബ്ദം ആ വീടിനെ നടുക്കി. അജിത്ത് തകർന്നു പോയി. അയാൾക്ക് ചുറ്റും കുറ്റപ്പെടുത്തുന്ന നോട്ടങ്ങൾ മാത്രം. മാപ്പ് പറയാൻ പോലും അർഹതയില്ലാത്ത തെറ്റുതാൻ ചെയ്തതെന്ന് അയാൾക്ക് ബോധ്യമായി. എങ്കിലും അയാൾ കല്യാണിയുടെ കാല് പിടിച്ച് കരഞ്ഞു.
മണിക്കൂറുകൾ നീണ്ട തർക്കങ്ങൾക്കും കരച്ചിലിനുമൊടുവിൽ കല്യാണി ഒരു നിബന്ധന വെച്ചു. ശരി, ഞാൻ അജിത്തേട്ടൻ്റെ കൂടെ നിൽക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഈ ഓഫീസിൽ ഇനിയും അജിത്തേട്ടൻ തുടരരുത്. എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങി ദൂരേക്ക് പോകണം. ആ ശ്രീലതയുടെ നിഴൽ പോലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അജിത്തിന് സമ്മതിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അവർ പഴയ വീടൊഴിഞ്ഞു. നഗരത്തിൽ നിന്നും ഏറെ ദൂരെയുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ശാഖയിലേക്ക് അയാൾ ട്രാൻസ്ഫർ ലഭിച്ചു. പുതിയ സ്ഥലത്തെത്തിയപ്പോൾ അജിത്ത് സ്വയം മാറാൻ തീരുമാനിച്ചു. ഓഫീസിൽ അയാൾ വളരെ ഗൗരവക്കാരനായി. ഒരു സ്ത്രീയോടും അനാവശ്യമായി സംസാരിക്കാറില്ല. ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും. പക്ഷേ വീട്ടിനുള്ളിലെ അന്തരീക്ഷം പഴയതുപോലെ ആയിരുന്നില്ല. ഏറ്റുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്നതുപോലെ ഇപ്പോഴും കല്യാണിക്ക് അവന് സംശയമാണ്. അജിത്തിൻ്റെ ഫോൺ എപ്പോഴും അവളുടെ നിരീക്ഷണത്തിലാണ്. രാത്രി വൈകി ആരെങ്കിലും വിളിച്ചാൽ അവളുടെ മുഖം മാറും. ഒരു ദിവസം വൈകുന്നേരം അജിത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി അടുത്തിരുന്നു. എന്താ അജിത്തേട്ടാ മിണ്ടാത്തത്? പഴയ ശ്രീലതയെ ഓർക്കുകയാണോ? അവൾ വെറുതെ ഒന്ന് കുത്തി ചോദിച്ചു. അജിത്തിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരം പടർന്നു. ഇല്ല കല്യാണി, ഞാനൊന്നും ഓർക്കുന്നില്ല. ഞാൻ പഴയ സ്വഭാവമൊക്കെ വിട്ടു. ഇപ്പോൾ എൻ്റെ ലോകം നീ മാത്രമാണ്. അറിയാം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആ പഴയ ആഗ്രഹം ഇരിപ്പുണ്ടാകും. പുരുഷന്മാരല്ലേ, അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ പഴയ കുപ്പായം എടുത്തിടും. അവളുടെ വാക്കുകളിൽ പരിഹാസവും സംശയവും വേദനയും കലർന്നിരുന്നു. അജിത്തിനൊന്നും പറയാൻ തോന്നിയില്ല. ഒരിക്കൽ ചെയ്ത തെറ്റ് ഒരു നിഴല് പോലെ അയാളെ പിന്തുടരുകയാണ്. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും കല്യാണിയുടെ മനസ്സിലെ ആ കറുത്ത പാട് മാഞ്ഞു പോകില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. സ്നേഹത്തെക്കാൾ കൂടുതൽ സംശയമാണിപ്പോൾ അവരുടെ ഇടയിലുള്ളത്. ഓരോ തവണ അവൾ അയാളെ സംശയിക്കുമ്പോഴും അയാൾ തൻ്റെ പഴയ തെറ്റിനെ ഓർത്ത് സ്വയം ശപിച്ചു. ഒരു നേരം പോക്കിന് ചെയ്ത ഇത്രയും വലിയ ശിക്ഷയാകുമെന്ന് ഞാൻ കരുതിയില്ല, അജിത്ത് സ്വയം മന്ത്രിച്ചു. മുന്നിലുള്ള ചായക്കപ്പിലെ ആവിയിലേക്ക് നോക്കി അയാളിരുന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പഴയ ആ മഴയും ചുംബനവും അയാളുടെ ഓർമ്മയിലേക്ക് വന്നു. അത് അജിത്തിനെ സന്തോഷിപ്പിച്ചില്ല, പകരം ഭയപ്പെടുത്തി. ഇന്ന് അജിത്ത് ഒരു മാതൃകാ ഭർത്താവാണ് മറ്റുള്ളവരുടെ കണ്ണിൽ. പക്ഷേ ആ വീടിനുള്ളിലെ 4 ചുവരുകൾക്കറിയാം അയാളുടെ ശ്വാസം മുട്ടൽ. കല്യാണിയുടെ കണ്ണുകളിലെ സംശയത്തിന് മറുപടി പറയാൻ കഴിയാതെ തൻ്റെ തെറ്റിനെ ഓർത്ത് നീറി നീറി അയാൾ ജീവിച്ചു. ഇനിയിപ്പോൾ ഒഴുക്കിനൊത്ത് നീന്തുകയല്ലാതെ വേറെ മാർഗം അവനുണ്ടായിരുന്നില്ല. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ ഒരു ജന്മം മുഴുവൻ പരിശ്രമിച്ചാലും മതിയാവില്ലെന്ന് അയാൾക്ക് തോന്നി. തെറ്റുതിരുത്താം, പക്ഷേ മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.